ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്ന റെസിപ്പി വെറും 4 മുട്ട വെച്ചിട്ട് ഒരു ½ kg വാനില കേക്കും അതുപോലെ തന്നെ 3 കേക്ക് സിക്കിൾസും നമുക്ക് ചെയ്തെടുക്കാം. അതും ഓവനില്ലാതെയാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് യൂസ്ഫുൾ ആകും. അപ്പോൾ വീട്ടിലാരുടെയും ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് കേക്ക് സിക്കിൾസും അതുപോലെ തന്നെ ഒരു കേക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾ 2-3 തവണ അരിച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു തവണ അരിച്ചെടുത്തതിന് ശേഷം ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരേപോലെ മിക്സ് ആയാലാണ് നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇതേപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ബൗളിൽ 4 മുട്ട എടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇന്നലെ ഒരു കമൻറ്റ് വന്നിരുന്നു, എന്ത് ചെയ്തിട്ടും മുട്ടൻ്റെ സ്മെല്ല് ഒട്ടും തന്നെ മാറുന്നില്ല എന്ന്. അപ്പോൾ അതിനുള്ളൊരു ടിപ്പ് ഇതാണ്, നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ വാനില എസൻസ് ഇട്ടിട്ട് ബീറ്റ് ചെയ്യണം. അവസാനം വാനില എസൻസ് ചേർക്കുന്നതിന് പകരം മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ വാനില എസൻസ് ചേർക്കണം. പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ബേക്കിംഗ് പൗഡർ ഇല്ലാത്തവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അതായത് നമ്മൾ ബേക്കിംഗ് പൗഡർ ഇല്ലാത്തവർ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വിനീഗർ കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മുട്ടൻ്റെ സ്മെല്ലുണ്ടാകില്ല. എന്നാൽ ബേക്കിംഗ് പൗഡർ ഇല്ലാത്തവർക്ക് അതൊരു യൂസ്ഫുൾ ടിപ്പും ആയിരിക്കും. ഞാൻ അങ്ങനെയുള്ള വീഡിയോസൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ മുട്ട 1 മിനിറ്റ് വാനില എസൻസും കൂടി ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് അളവിൽ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പൊടിച്ച പഞ്ചസാര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് വരെ എടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. നല്ല ക്രീമി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും ഇപ്പോൾ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ലോ സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തതോ ഏതെങ്കിലും സ്മെല്ലില്ലാത്ത അൺഫ്ലേവേർഡ് ആയിട്ടുള്ള ഏത് ഓയിലും നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഓയിൽ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി. കൂടുതൽ നേരം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഇടാതെ കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബീറ്റർ വെച്ചിട്ടാണ് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ബീറ്റർ വെച്ച് മിക്സ് ചെയ്യാതെ ഒരു സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ തുടക്കക്കാരിങ്ങനെ ബീറ്റർ വെച്ച് മിക്സ് ചെയ്യുമ്പം കൂടുതലായിട്ട് അങ്ങ് കുത്തി ഇളക്കിയിട്ട് കേക്ക് ഹാർഡായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ പറയുന്നത് സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ബീറ്റർ ഓൺ ചെയ്യാതെ ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഈ ടൈമിൽ ഞാൻ പാന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കേക്ക്, അതായത് നമ്മുടെ വാനില കേക്ക് ബർത്ത്ഡേ കേക്കിൻ്റെ സ്പഞ്ച് ചെയ്തെടുക്കുന്നത് ഇതുപോലുള്ള ½ kg നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നിലാണ്. അടിവശത്തും അതുപോലെ തന്നെ സൈഡിലൊക്കെ ഞാൻ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബാറ്ററിൻ്റെ ഒരു 1/4 ഭാഗം, പകുതിയേക്കാളും ഒരല്പം കൂടുതൽ അളവിൽ നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ കേക്ക് സിക്കിൾസിനായിട്ട് ഞാൻ ഇതുപോലുള്ള സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ചുറ്റിലും ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ടാപ്പ് ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ കേക്കിൻ്റെ സ്പഞ്ച് ചെയ്തെടുക്കാനായിട്ട് 25 മിനിറ്റാണ് ഇത് എടുത്ത ടൈം. പിന്നെ നമ്മുടെ കേക്ക് സിക്കിൾ ബേക്ക് ചെയ്യാൻ എടുത്ത ടൈം എന്ന് പറയുന്നത് 15 മിനിറ്റുമാണ്. അപ്പോൾ കേക്ക് സിക്കിൾസ് ചെയ്തെടുക്കുന്ന ഈ പാന് കണ്ടില്ലേ, വേറൊരു പഴയ പാനിൻ്റെ മുകളിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് ബേക്കായി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് സിക്കിൾസിൻ്റെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ കേക്ക് സിക്കിൾസിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുൻപ് ചെയ്തിട്ടുണ്ട്, തൊട്ടടുത്താണ് ചെയ്തത്. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ കാണുക, നിങ്ങൾക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആയിരിക്കും.
അപ്പോൾ കേക്ക് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സിക്കിൾസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ക്രീം ഫിയോണ വിപ്പിംഗ് ക്രീമാണ്. അതിൽ ഒരല്പം മധുരം കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് ചേർക്കണ്ട എന്ന് ഉണ്ടെങ്കിൽ ചേർക്കണം എന്നില്ല. കാരണം ചിലവർക്ക് ഒരു മീഡിയം മധുരത്തിലായിരിക്കും കേക്ക് കഴിക്കാനൊക്കെ ഇഷ്ടം. അപ്പോൾ പഞ്ചസാര പൊടിച്ചത് ചേർക്കണം എന്നില്ല. ഇനി നമുക്കിത് നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ കേക്ക് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്കെല്ലാം ചൂടൊക്കെ മാറിയതിന് ശേഷം 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്ന സെയിം ഡിസൈനിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് വരെ ക്രീം വേണ്ടി വരും. ഇനിയിപ്പോൾ സാധാരണ നമ്മൾ 1/2 kg കേക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പിനേക്കാളും ഒരു 2 ടേബിൾ സ്പൂൺ കൂടുതൽ അത്രയും നമുക്ക് ക്രീം ആവശ്യം വരുള്ളൂ. പക്ഷേ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അളവിൽ ക്രീം എടുത്താലാണ് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ കേക്ക് ബോർഡിൽ ഒരല്പം ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം, ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓരോ ലെയറും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഡിസൈന് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷാർപ്പ് എഡ്ജ് ആയിട്ട് എടുക്കൊന്നും വേണ്ട. അതായത് കേക്ക് അങ്ങനെ ആക്കി എടുക്കൊന്നും വേണ്ട. ഈ ബിഗിനേഴ്സിനൊക്കെ പറ്റിയ സൂപ്പർ ഡിസൈനാണിത്. പിന്നെ കേക്ക് കാണാനായിട്ടും നല്ല ലുക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ ലെയറും കേക്കിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഓരോ ലെയറും തന്നെ നമ്മൾ അങ്ങനെ ലെവൽ ചെയ്തെടുത്ത് വന്നാൽ കേക്ക് ചരിഞ്ഞു പോകുന്ന പ്രശ്നം, അതുപോലെ തന്നെ നമുക്ക് ക്രംസ് കൂടുതലായിട്ട് ക്രീമിൽ മിക്സ് ആകുന്ന പ്രശ്നം, അതൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാനായിട്ട് പറ്റും. അടുത്തതായിട്ട് കേക്കിൻ്റെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം, ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഓരോ ലെയറും ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്ക് കേക്ക് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഈ ഒരു നോസിലാണ് എടുത്തിട്ടുള്ളത്. റോസറ്റ് വരക്കുന്ന നോസിലാണിത്. അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു റോസറ്റ് വരക്കുന്ന നോസിലൊന്ന് കാണിക്കാമോ എന്ന് പറഞ്ഞിട്ട്. ഇതേ നോസിലാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ വിപ്പിംഗ് ക്രീമിലേക്ക് ഒരല്പം ഒരു ബ്ലൂ കളറ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു നല്ല ഡാർക്ക് കളറിനേക്കാളും ഇങ്ങനെ റോസറ്റ് വരക്കുമ്പം ഇതുപോലെ ലൈറ്റായിട്ടുള്ള കളറാകും ഒന്നും കൂടെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്. അതായത് ഇപ്പം ലൈറ്റ് പിങ്ക് കളറൊക്കെ നല്ല ഭംഗിയുണ്ടാകും ഇതുപോലെ റോസറ്റ്സ് വരച്ചെടുക്കുമ്പം. അപ്പോൾ ഇതുപോലെ നമുക്ക് കേക്ക് മുഴുവനായിട്ട് വരച്ചെടുക്കാം. അപ്പോൾ അത് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിൽ ഗ്രീൻ കളർ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ലീഫ് നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ലീഫ് വരച്ചെടുക്കാം. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ലീഫ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് സിക്കിൾസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്ക് സിക്കിൾസ് ഞാൻ ഡാർക്ക് ചോക്ലേറ്റിലാണ് ഡിപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ പേര് എഴുതാനായിട്ട് ഞാൻ ഫോണ്ടൻറ്റിലാണ് പേരും എഴുതി വെച്ചിട്ടുള്ളത്. ഒരു കേക്ക് ടോപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്